ഈ മാപ്പിട്ട് ഞാനീ പോകുന്നത് വളരെ പ്രശസ്തമായിട്ടുള്ള തഞ്ചാവൂർ അമ്പലം കാണാനാണ്. ഞങ്ങൾ ഒരു ഈവനിങ് ടൈമിലാണ് അവിടെ എത്തിയത്. അങ്ങനെ ഞങ്ങൾ റൂം ബുക്ക് ചെയ്തു. അവിടെ പോയി ഫ്രഷായി പെട്ടെന്ന് തന്നെ റെഡിയായി ഞങ്ങൾ അമ്പലത്തിലേക്ക് ഇറങ്ങി. ചേട്ടാ, ഇതിപ്പോൾ എവിടെ ട്രിപ്പ് അടിച്ചാലും ഒരു മഴ കിട്ടുക എന്നുള്ളത് ഒരു പതിവ് കാഴ്ചയായി മാറി. ഞങ്ങളുടെ ഭാഗത്തിന് അങ്ങനെ വലിയ കാര്യമായിട്ട് മഴ പെയ്തില്ല. എന്നാൽ മഴ പെയ്യുന്നുണ്ടെന്ന് ചോദിച്ചാൽ പെയ്യുന്നുണ്ട് താനും. കുറച്ച് ദൂരം ട്രാവൽ ചെയ്തപ്പോൾ തന്നെ അങ്ങ് ദൂരെ നമ്മുടെ അമ്പലം ഇങ്ങനെ തെളിഞ്ഞ് നിൽക്കുന്നതാണ്. നിങ്ങളുടെ കണ്ണുകൾക്ക് മാത്രം മനസ്സിലാകാൻ പറ്റുന്ന ഒരു വലുപ്പമാണ് ഈ അമ്പലത്തിന്. അത് എത്ര വീഡിയോ എടുത്ത് പ്രദർശിപ്പിച്ചാലും ആർക്കും പിടികിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അമ്പലത്തിൻ്റെ ഓപ്പോസിറ്റ് തന്നെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലമുണ്ട്. അങ്ങനെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഞങ്ങൾ നേരെ അമ്പലത്തിനകത്തേക്ക് കിടന്നു. ആദ്യം നമുക്ക് ചെരുപ്പ് കൊണ്ടുവന്ന് എവിടെയെങ്കിലും സുരക്ഷിത സ്ഥലത്ത് വെക്കാം. എന്തായാലും രാത്രി വന്നാൽ നല്ല വീഡിയോസും ഫോട്ടോസും ഒന്നും എടുക്കാൻ പറ്റില്ലെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് വന്നത്. പക്ഷേ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് അമ്പലത്തിനകത്ത് കയറി തൊഴുക എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഇവിടെ വന്നിട്ട് ഫോട്ടോസ് എടുക്കാതെ പോകാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ രാവിലെ വന്ന് ഒന്നുകൂടെ അമ്പലം വിസിറ്റ് ചെയ്ത് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ നേരെ ഞങ്ങൾ ക്യൂവിലേക്ക് നിന്നു. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ശിവലിംഗമാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈ പരിസര പ്രദേശം മുഴുവനും നല്ല പോസിറ്റീവ് വൈബിലാണ് ഇരിക്കുന്നത്. കാര്യമായിട്ടൊന്നും മഴ കിട്ടില്ല കേട്ടോ, അതിന് വലിയൊരു ഭാഗ്യം. പക്ഷേ ചെറിയ ചാറ്റൽ മഴ ഇങ്ങനെ മുകളിലേക്ക് ആ ലൈറ്റിലേക്ക് എല്ലാം പതിക്കുമ്പോൾ കിട്ടുന്നൊരു റിഫ്ലക്ഷൻ ഉണ്ടല്ലോ, അത് കാണാനൊരു പ്രത്യേക ഭംഗിയുണ്ട്. എനിക്കാണെങ്കിൽ ഇവിടെ വന്നിട്ട് തിരിച്ച് റൂമിലേക്ക് പോകണമെന്നേ ഇല്ല. അത്ര നല്ല രസമാണ് ഇവിടെ ഇരിക്കാൻ. അങ്ങനെ കുറേ സമയം ഞങ്ങൾ ഏകദേശം അമ്പലം അടയ്ക്കുന്ന വരെ അവിടെ തന്നെ ഇരുന്നു. ഭഗവാനെ കണ്ടു, അമ്പലം കണ്ടു, കണ്ണും മനസ്സും ഒക്കെ നിറഞ്ഞു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഇനി പ്രസാദം കൂടെ കഴിച്ചാൽ സന്തോഷമായി.